നമുക്ക് കയ്യിൽ ഡേഞ്ചർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അത് നോക്കാം. ഏറ്റവും നമുക്ക് പേടിക്കേണ്ടത് കയ്യിൽ വരുന്ന കറുത്ത പുള്ളികളാണ്. കൈത്തലത്തിലെ കറുത്ത പുള്ളി ദുഃഖ സൂചകമാണ്. നിനക്ക് ഏതോ രീതിയിൽ അത് ഓരോ സ്ഥലത്ത് വരുന്നതിനനുസരിച്ചാണ് ഫലം. ഇങ്ങനെ കറുത്ത പുള്ളി പോലെ ഇരിക്കുന്ന സമയത്ത് പൈസ ഇടപാട് എത്ര വേണ്ടപ്പെട്ടവർക്ക് എടുത്തു കൊടുത്താലും തിരിച്ചു തരൂല. എത്ര വേണ്ട ഇപ്പൊ തരാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വേണം തലയ്ക്ക് ഒഴിഞ്ഞു കൊടുത്തോളുക. തലയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കില്ല, പിന്നെ അത് പോയില്ലേ. നമ്മൾ തലയ്ക്ക് ഒഴിഞ്ഞ അമ്പലത്തിലൊക്കെ കാണിക്കലിടുമ്പോൾ തിരിച്ചു കിട്ടൂലല്ലോ. അതുപോലെ അങ്ങ് കളയുക. കേസ് വഴക്ക് ഒരു പ്രാവശ്യമെങ്കിലും അവൻ കോടതിയിലോ ജയിലിലോ കയറും, പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കയറും. ഒരു പെട്ടെന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ നോക്കും, വല്ല പണി വല്ല വന്നാണ്. എല്ലാവരെയും കാര്യം നോക്കി കൊടുക്കണ ഞാൻ ഏറ്റവും കൂടുതൽ മോഡലാക്കണ എന്നെയാണ്. അവിടെ അങ്ങനെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും പേടിക്കേണ്ടത് അതുപോലെ സൂര്യമണ്ഡലമാണ് നമ്മളെ. അപ്പൊ നമുക്ക് എപ്പോഴും കല്യാണ സമയം ഈ കുട്ടിക്ക് പറഞ്ഞിരിക്കണ വരൻ ആരാണ്, ഏത് ടൈപ്പിലുള്ള വരം വരും എന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് IAS കാരനെയും IPS കാരനെയും നോക്കി ഈ കൊച്ചിനെ 24 വയസ്സാകുമ്പോൾ കെട്ടിച്ചയച്ച് 28 വയസ്സായപ്പോൾ 2 പിള്ളേരുമായി സ്വസ്ഥമായിട്ട് 4 വർഷം ജീവിച്ചു പോകുമായിരുന്നു. ആ കൊച്ചിനെ 4 വർഷത്തെ ജീവിതം ഇല്ലാതെയാക്കി, അവസാനം നല്ലൊരു പയ്യനെയും കിട്ടാതെയാക്കി. 28 വയസ്സായി കഴിയുമ്പോൾ പിന്നെ നല്ല പയ്യനെ കിട്ടാതെ വരും. ഒരുമാതിരി കൊള്ളാന്നുള്ളവരെല്ലാം നേരത്തെ കെട്ടിപ്പോകും. പിന്നെ എന്തെങ്കിലും ഡിഫക്റ്റ് ആയിരിക്കണ ഏതെങ്കിലും സാധനമായിരിക്കും കിട്ടണം. മെഡിക്കൽ കോളേജൊക്കെ വിട്ട സാധനങ്ങളായിരിക്കും. പിന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെ ജീവിതത്തിൽ ആ കുട്ടിക്ക് സഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്തൂപിയ കൈക്കാർ ശരിക്ക് മാനേജിങ് പവറുള്ള നിലയിലെത്തി. അവരെപ്പോഴും അഡ്മിനിസ്ട്രേഷൻ പവറുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊന്നും നോക്കാതെ തന്നെ അവളെപ്പോഴും മറ്റുള്ളവരെ മാനേജ് ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ അവർക്കുള്ള പ്രത്യേകത വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്യൂല. എന്നുവെച്ചാൽ ശരീര വ്യയം ചെയ്യുന്ന ജോലികളൊന്നും ചെയ്യില്ല. ഒരിക്കൽ തൂത്തത് തന്നെ ഒരിക്കൽ കൂടി തൂക്കേണ്ടി വന്നാൽ നമ്മളെ സ്വഭാവം മാറും. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. വേണമെങ്കിൽ അമ്മ അതിങ്ങ് എടുത്തോണ്ട് വരുമോ, അല്ലെങ്കിൽ അച്ഛ അങ്ങോട്ട് പോവേ, അച്ഛ അതിങ്ങ് തന്നിട്ട് പോവും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് നിൽക്കും. പഠിക്കാത്തവളും എന്തെങ്കിലും ജോലി പറഞ്ഞാൽ പുസ്തകം എടുക്കും. ഇപ്പൊ സ്തൂപിയ കൈക്കാരുടെ ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ അവരൊരു ജോലി ഏൽപ്പിച്ചാൽ അവര് ഇതുപോലെ ഔദ്യോഗികമായി പോയോ ഭയങ്കരമായി ഇരുന്ന് ജോലി ചെയ്യും. എത്ര സമയം വേണോ ഇരുന്ന് ജോലി ചെയ്യും. ഇപ്പോൾ ഓഫീസ് വർക്ക് ചെയ്യുക, കലയിൽ ശോഭിക്കുന്നവർ. കാരണം അവർ എന്ന് വെച്ചാൽ അവർ എപ്പോഴും കലയെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വർക്ക് ചെയ്യണമെന്നും അല്ലല്ലോ. ഐഡിയക്കാർ, വരപ്പുകാർ, എഴുത്തുകാർ, സംഗീതം, പാട്ട്, ഡാൻസ്, അഭിനയം, ഇങ്ങനെ ഏതെങ്കിലും കലകളിൽ ശോഭിച്ചിട്ടുള്ള ഏകദേശം നമ്മൾ നോക്കുമ്പോഴും സ്തൂപിയ കൈയാണ്. അപ്പോൾ സ്തൂപിയ കൈക്കാർ പ്രശസ്തി കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കുട്ടിക്ക് വന്നു. എൻ്റെ ചില പിള്ളേർ തന്നെ വരും, എൻ്റെ മോക്ക് പഠിത്തത്തെക്കാളുപരി അവൾക്ക് ഡാൻസിനോടാണ് താല്പര്യം. ഡാൻസിലൂടെ പോയി അവൾ എവിടെ വരെ പോകും സാറേ, അവൾ അതിലൂടെ രക്ഷപ്പെട്ടു പോകുമോ? കയ്യിൽ നോക്കുമ്പോൾ ഡാൻസുമായിട്ട് ഇപ്പം കളിക്കുന്നതല്ലാതെ ജീവിതത്തിൽ ആ പെണ്ണ് കളിക്കൂല. ഈ കളിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിങ്ങൾ അവൾ ഡാൻസ് കൊണ്ടുപോയിട്ട് പഠിത്തം കൊണ്ടുപോകാൻ പറയാം. പഠിത്തത്തിന് സൈഡായിട്ട് കൊണ്ടുപോവുക. സെക്കൻഡ് ഡാൻസും ഫസ്റ്റ് പഠിത്തവും. കാരണം ഈ കുട്ടിക്ക് ജോലി ചെയ്താണ് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ല ഡാൻസ് കളിച്ചല്ല. ചിലർക്ക് ഡാൻസിലൂടെയാണ് ഉയർന്ന് പോകാൻ യോഗം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരത്തെ നോക്കി കണ്ട് എത്ര പേരെ അങ്ങനെ തിരിച്ചു വിടാൻ പറ്റിയിട്ടുണ്ട്. എത്ര പേരെ തിരിച്ചു ഒരു കുട്ടികളെ തന്നെ IAS IPS ഞാൻ പറഞ്ഞു വിട്ട് എത്രയോ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും വന്ന് എന്നെ കാണാറുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കുട്ടി തന്നെ ഇപ്പം ഇവിടെ കൽക്കട്ടയിൽ IPS കിട്ടിയിട്ട് അവിടെ ഇപ്പം SP ആണ്. വരുമ്പം പറയും, സാർ അവിടെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ എന്നെ വിളിക്കണം, എൻ്റെ നമ്പർ പേഴ്സണൽ നമ്പർ തന്നിട്ട് എന്നെ വിളിക്കണം. ഞാൻ വന്ന് സാറിനെ കൂട്ടിക്കൊണ്ട് അവിടെ എല്ലാം കൊണ്ട് എവിടെയെങ്കിലും കാണണമെങ്കിലോ അമ്പലത്തിൽ പോകണമെങ്കിലോ എല്ലാം ഞാൻ കൊണ്ട് കാണിക്കാം. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുമില്ല, ഞാൻ അതിനുശേഷം പോയിട്ടുമുണ്ട്. ഞാൻ അവിടെ ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ വിളിക്കില്ല, കാരണം പറഞ്ഞ അവരൊരു നല്ല ഇലയിട്ട് ഒരു ഊണ് ഇട്ടിരിക്കുകയാണ്. ഞാനത് നേരത്തെ ചെന്ന് ഉണ്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനൊരു ഊണ് കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഒരാളിനെ വിളിക്കാം. അല്ലാതെ നമുക്ക് ബന്ധമുണ്ടെന്നും പറഞ്ഞ് അവരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് നേരത്തെ മനസ്സിലാക്കി ഒരു ആളിനെ തിരിച്ചുവിടാൻ. പിന്നെ പലരും ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോകും. ബിസിനസ് ചെയ്ത് പൊളിയേണ്ട കാരണം അവർക്ക് ആ ബിസിനസ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്.
മനസ്സിലായില്ല. അല്ലാതെ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടോ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ അവർ അധ്വാനിക്കാത്തതുകൊണ്ടോ അല്ല. ആ ബിസിനസ്സിൽ അവർക്ക് കഴിവില്ല. ഈ ബിസിനസ്സിൽ കഴിവുണ്ടോ? അവൻ ചെയ്യുന്ന ബിസിനസ് അവന് പറഞ്ഞിട്ടുള്ളതാണോ? ഇപ്പോൾ എന്ത് നോക്കണം? കൈ മാത്രം നോക്കിയാൽ മതി. ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർ ചിലപ്പോൾ ജോത്സ്യനെ കൊണ്ട് സമയം നോക്കിച്ച് നല്ല മുഹൂർത്തമാണോ നോക്കിയൊക്കെ ചെയ്തതാവാം, നല്ല സമയമായിരിക്കാം. പക്ഷേ ഈ ബിസിനസ്സിൽ അവൻ ശോഭിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ അഭിനയിക്കാൻ പോകണം. അഭിനയത്തിൽ യോഗം ഇല്ലാതെ എനിക്ക് നല്ല സമയമൊന്നും പറഞ്ഞിട്ട് അവിടെ പോയി അഭിനയിക്കാന്ന് വെച്ചാൽ അവർക്ക് ഡയലോഗ് പറയാൻ അറിഞ്ഞുകൂടാ. ഇവർ എത്ര പറഞ്ഞു കൊടുത്താലും അതിനെ തലയിരിഞ്ഞേ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റൂല. അഭിനയിക്കുന്ന അവർ പറയണ ആക്ട് ചെയ്താലേ പറ്റും, ആക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. പക്ഷെ സമയം കൊള്ളാം. അപ്പോൾ അതിന് യോഗമുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോന്നും. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന നമ്മളെ മേഖലയിൽ നമുക്ക് 100% സക്സസ് ആക്കാൻ പറ്റും കയ്യിലൂടെ. അത് വേറെ ഒന്നിലൂടെയും പറ്റില്ലെന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചിട്ട് പറയണേ. കയ്യിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത കൈകൾ നിക്കിട്ട് നമുക്ക് കയ്യിൽ ഡേഞ്ചർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അത് നോക്കാം. കാരണം കൈ അവർ നോക്കട്ടെ. എന്തായാലും കൈ അവർ എനിക്ക് കൈ കണ്ടാലല്ലേ അത് കൈ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ 2-3 ജാതി കൈയെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും നമുക്ക് പേടിക്കേണ്ടത് കയ്യിൽ വരുന്ന കറുത്ത പുള്ളികളാണ്. കയ്യിൽ എവിടെ വന്നാലും പേടിക്കണം. പെട്ടെന്നൊരു ദിവസം വന്നാൽ കയ്യിൽ ഇങ്ങനെ പണ്ടേ കിടക്കണ നോക്കണ്ട, അത് മറകായിട്ട് കണ്ടാൽ മതി. നേരത്തെ കിടക്കണ എന്ത് പറയും? മറക്. അത് മറക് എല്ലാ ഭാഗത്തും വരും. മുഖത്ത് വരും, മൂക്കിൽ വരും. എൻ്റെ ഇതൊക്കെ ഞാൻ ജനിച്ചപ്പോഴേ ഉണ്ടായതാണ്. മൂക്കുത്തിയായിട്ടാണ് ജനിച്ചത്. മനസ്സിലായില്ലേ? 2 പേരായിട്ട് മൂക്കുത്തിയായിട്ടുള്ള 2 പേരേ ഉള്ളൂ. ഒന്ന് ഞാനും ഒന്ന് ദേവിയും. അമ്മയ്ക്ക് മൂക്കുത്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും മൂക്കുത്തിയുണ്ട്. പിന്നെ സ്ത്രീയൊക്കെ എല്ലാം ഇട്ടിരിക്കുന്നവരൊക്കെ. അപ്പോൾ മൂക്കുത്തി അത് വന്നു. ഇത് ജനിച്ചപ്പോഴേ വന്നതാണ്. ഇതൊന്നും നമ്മൾ എന്തെങ്കിലും മറ്റേ പൊള്ളൽ വന്നോ മറ്റെന്തെങ്കിലും വന്നതല്ല. അപ്പോൾ അത് വന്നു. ഇതേപോലെ നമുക്ക് മുഖത്ത് പാട് വരും, കറുത്ത പുള്ളി വരും, ചുണ്ടിൽ കറുത്ത പുള്ളി വരും, നെറ്റിയിൽ വരും, പുരിയത്ത് വരും. ഇതൊന്നും ഇതിന് പ്രാധാന്യം കൊടുക്കണം. ഇതിന് പ്രാധാന്യം ഉണ്ട്, പുള്ളിയൊക്കെ പ്രാധാന്യം ഉണ്ട്. എന്നാലും അതിനെ ഭയക്കേണ്ടതല്ല. പക്ഷെ കയ്യിൽ കറുത്ത പുള്ളി എവിടെ വന്നാലും പേടിക്കണം. കൈത്തലത്തിൽ കറുത്ത പുള്ളി ദുഃഖ സൂചകമാണ്. നിനക്ക് ഏതോ രീതിയിൽ അത് ഓരോ സ്ഥലത്ത് വരുന്നതിനനുസരിച്ചാണ് ഫലം. അപ്പോൾ നമുക്ക് ഉദാഹരണം പറയാം. ഇത് ഞാൻ വീണ്ടും പറയാണ്. ഞാൻ ഈ പറയണ കേട്ടിട്ട് കയ്യിൽ ചിലപ്പോൾ കറുത്ത പുള്ളി കറുത്ത ഷെയ്ഡായിട്ടോ മറുകായിട്ടോ എന്തെങ്കിലും പണി ചെയ്തപ്പോഴും പൊള്ളിയോ എന്തെങ്കിലും ചതഞ്ഞോ കിടക്കുന്നതിനൊക്കെ ഇതിനെ എടുത്തായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പൊ കറുത്ത പുള്ളിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം. നമ്മളെ ചൂണ്ടുവിരലിന്റെ താഴ്ഭാഗം അതാണ് വ്യാഴമണ്ഡലം. നമ്മളെ ഈ ഭാഗത്തെ വ്യാഴമണ്ഡലം എന്ന് പറയും. മണ്ഡലം എന്ന് വെച്ചാൽ വ്യാഴം ഇരിക്കുന്ന സ്ഥലം. ഇതിൽ കറുത്ത പുള്ളി വന്നാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം വരാൻ പോകുന്നു, പ്രതീക്ഷിക്കാതെ ധനം പോകാൻ പോകുന്നു എന്ന് മുന്നേറ്റം തന്നെയാണ്. ഇങ്ങനെ കറുത്ത പുള്ളി പോലെ ഇരിക്കുന്ന സമയത്ത് പൈസ ഇടപാട് എത്ര വേണ്ടപ്പെട്ടവർക്ക് എടുത്തു കൊടുത്താലും തിരിച്ചു തരൂല. എത്ര വേണ്ട ഇപ്പൊ തരാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വേണം തലയ്ക്ക് ഒഴിഞ്ഞു കൊടുത്തോളുക. തലയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കില്ല, പിന്നെ അത് പോയില്ലേ. നമ്മൾ തലയ്ക്ക് ഒഴിഞ്ഞൊക്കെ അമ്പലത്തിലൊക്കെ കാണിക്കലിടുമ്പോൾ തിരിച്ചു കിട്ടൂലല്ലോ. അതുപോലെ അങ്ങ് കളയുക. അപ്പൊ നമുക്ക് അറിയിക്കുകയാണ്, അറിഞ്ഞിട്ട് നീ ചെയ്യാണ്. പിന്നെ നിനക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് വിഷമം വേണ്ടല്ലോ. അതുപോലെ ഈ നടുവിരല്, അതായത് നമ്മളെ മിഡിൽ ഫിംഗർ, നടുവിരലില് താഴെ കറുത്ത പുള്ളി വന്നാൽ കേസ് വഴക്ക് 1 പ്രാവശ്യമെങ്കിലും അവൻ കോടതിയിലോ ജയിലിലോ കയറും, പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കയറും. അതിന് ഒരു സംശയമില്ല, എത്ര സ്വാധീനമുള്ളവനും. മനസ്സിലായില്ലേ? സ്വാധീനമുള്ളവനും കയറും. എൻ്റെ കയ്യിൽ ഒരിക്കൽ ഒരു 15 വർഷം വരും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കറുത്ത പുള്ളി വന്നു. അത് ഈ മിഡിൽ ഫിംഗറിന്റെ താഴ്ഭാഗത്ത്. ഞാൻ തന്നെ വരുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ നോക്കും, വല്ല പണി വല്ല വന്നാണ്. എല്ലാവരെയും കാര്യം നോക്കി കൊടുക്കണ ഞാൻ ഏറ്റവും കൂടുതൽ മോഡലാക്കണ എന്നെയാണ്. അല്ല, ഞാൻ ബാക്കിയുള്ളവർ നോക്കുന്നതിന് മുമ്പ് എന്നെ തന്നെ ഞാൻ നോക്കും. എനിക്ക് പുതിയ വല്ല രേഖ വന്നോ, ഞാൻ ഏതെങ്കിലും രേഖ വന്നെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ കണ്ടാണ് ഞാൻ ജീവിച്ച് ഇതുവരെ പോണത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എൻ്റെ കാര്യം ഞാൻ നോക്കണേ. പലരും അതാണ് ഇതാണെന്ന് പറയാം. അവൻ ഇതുവരെ ഗുണം പിടിച്ചിട്ടില്ല. നമ്മളെ ഓറെ ഒന്ന് ശക്തിപ്പെടുത്തി എടുക്കണല്ലേ നല്ലത്. എന്നിട്ട് മറ്റുള്ളവരെ ഓറെ ശരിയാക്കാം.
അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ പേടിച്ചു പോയി. എന്ത് ചെയ്യും ഇതിനിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഇറങ്ങും. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മലയും കീഴെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു സ്റ്റേഷനുണ്ട്, അവിടുത്തെ പോലീസ് സ്റ്റേഷൻ. അവിടുത്തെ എനിക്ക് പരിചയമുള്ള ഒരു ഓഫീസറാണ് അവിടെ ഇരുന്നത്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് അവിടെ ഒരു ദിവസം രാത്രി മൊത്തം സ്റ്റേഷനിലിരിക്കണം, എനിക്ക് സ്റ്റേഷനിലിരിക്കണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അതിനെന്ത് നീ എപ്പോഴഞ്ഞു വാ എന്ന് പറഞ്ഞു, എൻ്റെ വരാൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം വൈകുന്നേരം ചെന്നിട്ട് നേരം വിളിക്കണമല്ല ലോക്കപ്പിൻ്റെ അവിടെ ഇരുന്ന്, ലോക്കപ്പിൻ്റെ അവിടെ കസേരയിട്ടിരുന്ന് മൂട്ടയും ഈ കൊതുവും കടിച്ച് ഞാൻ ഇരുന്നു. പിറ്റേന്ന് രാവിലെ വന്ന് പുള്ളി എനിക്ക് ചായയൊക്കെ തന്ന്, കട്ടൻ ചായയൊക്കെ വാങ്ങിച്ചു തന്ന് എന്നെങ്കിൽ പറഞ്ഞു വിട്ടു. ഞാൻ പോന്നു, ഞാൻ വണ്ടി എടുത്തിറങ്ങി പോന്നു. ഒരു രാത്രി മൊത്തം ഞാൻ പോലെ ലോക്കപ്പിൽ കിടന്നു. എൻ്റെ ഈ രേഖ എന്നെ ഒന്നും ചെയ്യാതെ പോയി. ഞാൻ സ്വയമേവാ പോയി സറണ്ടർ ചെയ്ത്. ഇല്ലൊക്കെ എന്തെങ്കിലും ചെന്ന് ഇവിടെ വെച്ച് ചിലപ്പോൾ നമ്മളെ പലർക്കും അറിയായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഫോണെടുത്ത് പോയി എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് പിടിച്ച് അകത്തിട്ട് അവിടെ കിടന്നില്ലേ, മൊബൈലും പിടിച്ച് വെച്ച് ആരെ വിളിക്കും? നമ്മൾ മനസ്സിലായില്ലേ? നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ പറയാം, ഞാൻ ഇന്നത്തെ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് എന്നെങ്കിലും ആരുടെയെങ്കിലും പറയാം. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി നമ്മളെ മൊബൈൽ നഷ്ടപ്പെട്ട് നമ്മൾ ചട്ടിക്കകത്തായ അവിടെ കിടക്കും. അതുകൊണ്ട് ഞാൻ സ്വയമേവാ, ഞാനിത് പഠിച്ചോണ്ട് ഞാൻ ചെയ്ത കാര്യം പറയാണ്. അങ്ങനെയും ഇതിനെ തടയാൻ പിന്നെ നമുക്ക് പറയാനോ കിടന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിനെ നേരത്തെ പോയി ഞാൻ തന്നെ കിടക്കണില്ല അല്ലെന്ന് വിചാരിച്ച് ഞാൻ സ്വയം ഇന്ന് ആലോചിച്ചിട്ട് ഞാൻ വീട്ടിൽ ആരോടെയും പറഞ്ഞൊന്നുമില്ല. ഞാൻ ഒരു ദിവസം സ്ഥലത്തില്ലെന്ന് പറഞ്ഞു, ഒരു ആവശ്യമായിട്ട് പറയുന്നു ഞാൻ പോയി, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? സത്യം മനസ്സിലായി. ഞാൻ അവിടെ പോയി ഉണ്ടായിരുന്നിട്ട് നേരം എടുത്ത് കഴിച്ചു വന്നു. അപ്പൊ അതുപോലെ അവിടെ അങ്ങനെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഏറ്റവും പേടിക്കേണ്ടത്. അതുപോലെ സൂര്യമണ്ഡലമാണ് നമ്മളെ മോതിര വിരലിന്റെ താഴ്ഭാഗം. ഇവിടെ കറുത്ത പുള്ളി വരുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, നമുക്ക് അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ അരിഷ്ടത വരും. അച്ഛന് പെട്ടെന്ന് അസുഖമോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ പിതൃ തുല്യരായവര്, അച്ഛൻ്റെ അപ്പൂപ്പനോ നമ്മളെ അപ്പൂപ്പനോ അച്ഛൻ്റെ അമ്മയിലെ അച്ഛനോ അതെല്ലാം പിതൃതുല്യരായാണ്. അവർക്ക് എന്തെങ്കിലും അപകടം വരാം. ആ വരുന്ന സമയത്ത് അത് വരാം. അത് നമുക്ക് പേടിക്കണം. ബുധമണ്ഡലം, അതാണ് ഏറ്റവും ചെറിയ മണ്ഡലം, ഏറ്റവും ചെറിയ വിരല്. നമ്മൾ അണിവിരലിന്റെ താഴ്ഭാഗമാണ് ബുധമണ്ഡലം. ബുധമണ്ഡലത്തിൽ കറുത്ത പുള്ളി വന്നു, ഒന്നും പേടിക്കണ്ട. കുറേ ദിവസമെങ്കിലും വീട്ടിലിരിക്കും, വെറുതെ ഇരിക്കും. ജോലിയുള്ള ആളാണെങ്കിൽ സസ്പെൻഷൻ വരും, അത് മസ്റ്റ്. ഇല്ല എന്തെങ്കിലും സ്ഥാപനം നടത്തുകയാണെങ്കിൽ അത് പൊളിയും. മനസ്സിലായില്ലേ? അപ്പോ ഇത് നമുക്കിതാ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം നിൽക്കാൻ പോണു എന്ന് ഈ സമയത്ത് ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? പെട്ടെന്ന് വേറെ ആരെങ്കിലും ഓഫറൊക്കെ കൊടുക്കും. നിനക്ക് വേറെ കുറച്ച് ഇരട്ടി ശമ്പളത്തിൽ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ വയ്ക്കും. ഇവിടുന്ന് അവർ രാജിവെക്കുകയും ചെയ്യും, ജോലി മതിയാക്കുകയും ചെയ്യും. അത് തുടങ്ങാനും പറ്റില്ല, അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ഒറ്റ കാരണമാണ് ഒറ്റ തുടങ്ങാൻ പറ്റാതെ. അപ്പൊ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്ന് കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്നതിൽ മാത്രമല്ല, നമുക്ക് ഇതിനെല്ലാം പ്രായച്ചിത്തമുണ്ട്. ഈ ജയിലിൽ കിടക്കുന്നതിന് മാത്രമാണ് വേറെ പ്രായച്ചിത്തം ഇല്ലാത്തത്, അതിന് വേറെ ഒന്നുമില്ല. മറ്റേ നമ്മൾ കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാം, എന്നിട്ട് നമുക്ക് അതിനുള്ള പ്രായച്ചിത്തമായിട്ട് ദൈവീയ പരിഹാരങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്രയൊക്കെ പോയി ദൈവത്തിനെ പ്രീതീകരിച്ചൊക്കെ കൊണ്ടുവരാം, അതൊക്കെ വരാം. അതുപോലെ ചൊവ്വയെന്ന് പറയുന്നത് നമ്മളെ അണിവരലിൻ്റെ താഴെ ഈ ഭാഗമാണ് ചൊവ്വാമണ്ഡലം. ഈ ചൊവ്വാമണ്ഡലത്തിൽ കറുത്ത പുള്ളി വന്നാൽ നിങ്ങളെ വസ്തു നഷ്ടപ്പെടാൻ പോകുന്നു, നിങ്ങൾ വിറ്റുപോകും, നഷ്ടപ്പെടും. അപ്പം നമുക്ക് ഒരു പ്രതീക്ഷയില്ല എനിക്ക് വസ്തു വിൽക്കാൻ, പക്ഷെ എന്തെങ്കിലും വന്ന് വിൽക്കേണ്ടി വരും, സാഹചര്യം വരും. ചന്ദ്രമണ്ഡലം എന്ന് പറയുമ്പോൾ താഴ്ഭാഗം. ഈ ചന്ദ്രമണ്ഡലത്തിൽ കറുത്ത പുള്ളി വന്നാൽ അമ്മയ്ക്ക് അരിഷ്ടത വരാം, വാഹന അപകടം ഉണ്ടാവാം, വീട് നഷ്ടപ്പെടാം, പ്രതീക്ഷിക്കാതെ. അങ്ങനെ ഈ ചൊവ്വയിലോ ചന്ദ്രനിലോ ഒക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ലോണോ ഒക്കെ എടുത്ത് അടയ്ക്കാൻ പറ്റാതെ ജപ്തിയൊക്കെ വരണത്. നഷ്ടപ്പെടാൻ പിന്നെ വേറെ വഴി വേണമല്ലോ, ജപ്തി വരും. ഇത് നമ്മൾ നേരത്തെ അറിയിച്ചിരിക്കുകയാണ്, നിനക്കിതാ ജപ്തിയൊക്കെ വരാൻ പോവേണ്ട, നീ എന്തെങ്കിലും ചെയ്തോ, കടം അയച്ചെങ്കിൽ അതിനെ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ വിറ്റ് എങ്കിലും കടം വീട് എന്നൊക്കെ പറഞ്ഞു തരാണ്. ആര് കേൾക്കായി? അവരെ സ്വാധീനിച്ച് ആ ജപ്തി മാറ്റി വെച്ച് ഒക്കെ കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളൊരു ദിവസം ഇറങ്ങി കൊടുക്കണം അവിടുന്ന്. അതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശുക്രമണ്ഡലം, ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്.
ശുക്രമണ്ഡലത്തിനെ നമ്മൾ പറയണത് ഒരാളിൻ്റെ ദാമ്പത്യ ജീവിതം, അതായത് ജീവിത പങ്കാളി, പുരുഷനാണെങ്കിൽ സ്ത്രീ, സ്ത്രീ ആണെങ്കിൽ പുരുഷൻ. പങ്കാളിക്കുള്ള പ്രാധാന്യം എന്താണ്? നമ്മൾ ഭർത്താവെന്ന് പറഞ്ഞ ഒരു വീടെന്ന് പറഞ്ഞ ഒരു വാഹനം തന്നെയല്ലോ. വീടെന്ന് പറഞ്ഞ ഒരു വാഹനമാണ്. ഇത് റൺ ചെയ്യണം. വാഹനത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഡ്രൈവറും ഭാര്യ കോ ഡ്രൈവറുമാണ്. അതുകൊണ്ടാണ് ജീവിത പങ്കാളി എന്ന് പറയണേ. മറ്റുള്ളവർ പിള്ളേരാവട്ട്, വീട്ടിലുള്ള അച്ഛനും അമ്മയും ആവട്ട് ആ വാഹനത്തിൻ്റെ യാത്രക്കാരാണ്. അവരൊക്കെ ബാക്കി ഇരുന്നാൽ മതി. ഓട്ടിക്കേണ്ട ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഐക്യമില്ലെങ്കിലോ, ഇവർ രണ്ടുപേരും ശക്തരല്ലെങ്കിലോ ഈ വീട് ഓടൂല.